സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. നരേന്ദ്രനാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് മകന് വേണ്ടിയിട്ടാണ്. മകൻ വിദേശത്ത് നല്ല ജോലിയിലായിരുന്നു. കുറച്ചായിട്ട് ജോലി നഷ്ടപ്പെട്ടു. പുതിയ ജോലിയും ലഭിച്ചു. പക്ഷേ അത് വളരെ കഷ്ടപ്പാടാണ്. ശമ്പളവും കുറവാണ്. മകൻ വളരെ മാനസികമായ സമ്മർദ്ദത്തിലാണുള്ളത്. അവിടെ തന്നെ തുടർന്നാൽ വേറെ നല്ല ജോലി കിട്ടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രത്തിന് തന്നെ കാര്യം ഏതര ശനിയൊക്കെ തീർന്നു എങ്കിലും അതിനേക്കാൾ ഭയാനകമായ ധന വാക്ക് പ്രവൃത്തി സ്ഥാനത്ത് കാളസർപ്പം പ്രവേശിച്ചിരിക്കുകയാണ്. വ്യാജഗ്രഹം ശത്രു ദുരിത വിഘ്ന പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മിഥുന രാശിയിലേക്ക് മാറിയിരിക്കുന്നു. ഇവ രണ്ടും കൂടെ വന്നപ്പോൾ ഇത് വേദനശനിക്കാലമായിരുന്നു. ആരോഗ്യപരമായി വളരെയധികം ഉത്രാടം തിരുവോണാവട്ടം നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ തോഹാസിക് ആൻഡ് അബ്ഡോമിനൽ കാവിറ്റി കംപ്ലൈൻറ്റുകളോ ഹെഡ് ഇഞ്ചുറിയോ ഉണ്ടാകാം. അല്ലെ തത്തുല്യമായ രോഗങ്ങളും അവയ്ക്ക് വേണ്ട ചികിത്സയ്ക്കൊക്കെ വേണ്ടി ഒരു നടക്കുക. ഇല്ലെങ്കിൽ അപകടം, ഇല്ലെങ്കിൽ അപായം. ഇത് മൂന്നും സംഭവിച്ചില്ലെങ്കിൽ തൊഴിൽപരമായി ശത്രുതകളോ ശത്രുക്കളുടെ കുതന്ത്രമോ മൂലം തൊഴിലിൽ ആക്ഷേപഹാസ്യം ഉണ്ടാവുകയും വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഷൻ, ഡിസ്മിസ്, ഡീപ്രമോഷൻ, മെഡിക്കൽ ആബ്സൻസ് മറ്റേതെങ്കിലും തരത്തിൽ വരികയോ ചെയ്യാം. ഏതായാലും ശത്രുക്കൾ തലപൊക്കുന്ന കാലം, ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സർജറികളും ഒക്കെ തലപൊക്കുന്ന കാലം, സാമ്പത്തികപരമായ വരവിക്കുള്ള ചെലവുകൾ കൂടും. കൊടുത്ത പണങ്ങൾ കിട്ടാനുള്ള പണത്തിന് വൈകാനും ഒക്കെയുള്ള താമസങ്ങളും ഒക്കെ കാണുന്നു. അതുപോലെ ധനകാളസർപ്പം, സാമ്പത്തികപരമായ അനാവശ്യ ചെലവുകളും ആവശ്യ ചെലവുകളേക്കാൾ കൂടുതൽ അനാവശ്യ ചെലവുകൾ വരിക. അതായത് സാമ്പത്തികം കൊണ്ട് വൈദ്യൻ, ഡോക്ടർ, വക്കീൽ, പോലീസ്, മാന്ത്രികം, ജ്യോതിഷം, മനഃശാസ്ത്രം, മധ്യസ്ഥത, രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ കാര്യങ്ങളിലേക്ക് ചെലവഴിക്കേണ്ടതായ അവസ്ഥകൾ വരും. സർജറി മുതലായിട്ടുള്ള വിഷയങ്ങൾ വരും. പൊതുവെ അലച്ചിലും കഷ്ടപ്പാടും വരികയും സന്താനങ്ങൾക്ക് ക്ലേശഫലങ്ങളും വരും. സന്താനങ്ങൾക്ക് ദുരിതങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അലച്ചിലോ കഷ്ടപ്പാടോ ജോലിക്ക് പ്രശ്നങ്ങളോ ഇവയൊക്കെ വരും. ധനകാളസർപ്പം ദാമ്പത്യപരമായിട്ടും ദോഷമാണ്. കമിതാക്കൾ തെറ്റിപ്പിരിയും. വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ അതിനകത്തൊക്കെ വലിയ വലിയ ദാമ്പത്യ കലഹങ്ങളും വിരഹങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ കച്ചേരി കോടതിയൊക്കെ കയറാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പൊതുവെ ആരോഗ്യം മോശം, സാമ്പത്തിക രംഗം മോശം, അലച്ചിലും കഷ്ടപ്പാടും സന്താന ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയങ്ങളാണ് മകരരാശിയിലെ ഈ തിരുവോണ നക്ഷത്രം. ഇത് തന്നെയാണ് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 2026 മെയ് ജൂൺ മുതൽ രക്ഷാ കവാടം തുറക്കപ്പെടും. രക്ഷാമാർഗം തെളിയും. സഹായികൾ രംഗത്ത് വരും. ഈശ്വര അനുഗ്രഹം ഉണ്ടാവും. ധനകാള സർപ്പത്തിന് മങ്ങൽ വരും. 3-ൽ ശനി മുടിചൂടി വാഴും. ഇപ്രകാരം പൊതുവെ മെയ് ജൂൺ വരെ അതീവ കഷ്ടകാലമാണ്. മെയ് ജൂണിന് ശേഷം നല്ല കാലങ്ങൾ തുടങ്ങും. ജോലിയിലും കുടുംബത്തിലും ഭരണതലത്തിലും സാമ്പത്തിക തലത്തിലും ഒക്കെ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവും. അതുവരെ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.